2013 പുറത്തിറങ്ങിയ ഹണീബി തിയേറ്ററിൽ മികച്ച വിജയം നേടിയ ചിത്രമാണ്. ഇതിൻ്റെ രണ്ടാം ഭാഗം ഇന്ന് തിയേറ്ററിലെത്തുകയാണ്. ഈ ചിത്രത്തിൻ്റെ നായകൻ ആസിഫ് അലിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. താങ്ക് യു സോ മച്ച്. എങ്ങനെയാണ് 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഹണീബി 2 വരുന്നത്? എന്താണ് ഈ ചിത്രം പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ടത്? ഈ ചിത്രത്തിൽ നിന്ന് എന്താണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്? ഇതൊരു ഹണീബി സീക്വൻസ് അല്ലെങ്കിൽ സീക്വൽ എന്ന് പറയാം. പക്ഷേ ഇതൊരു ഹണീബി സ്റ്റൈൽ എന്ന് മൊത്തമായിട്ട് പറയാൻ പറ്റില്ല. കാര്യം ഇത് കുറച്ചും കൂടെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് സിനിമയാണ്. ഇപ്പോൾ ഹണീബി ഇറങ്ങിയപ്പോൾ നമ്മളൊന്നും കാണാത്ത ഒരു ആംഗിൾ ആ സിനിമയിൽ പലരും കണ്ടു. അത് ഭയങ്കര നെഗറ്റീവ് കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വേറൊരു സ്റ്റൈലാണ് പലരും കണ്ടത്. നമ്മളൊരു ഉണ്ടാവും ഒരു പക്ഷേ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഒരു യൂത്തിൻ്റെ കഥ പറയുമ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത കുറേ ഫാക്ടേഴ്സ് നമ്മൾ കാണിച്ചു. അത് ചില ഏരിയകളിൽ ഹൈലൈറ്റായി നിന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കുറേ പ്രശ്നങ്ങൾ എനിക്ക് പേഴ്സണലിയും ആ സിനിമയ്ക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഹണീബി 2 ചെയ്യുമ്പോൾ എല്ലാവരും ഈ വിമർശിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നത് അതിൻ്റെ അകത്ത് അത്തരത്തിലുള്ള ഫാക്ടേഴ്സിനെ പറ്റിയിട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ തന്നെ ജീനിനെ റെസ്പെക്റ്റ് ചെയ്തു പോയി. കാരണം ഇത് വളരെ ബ്യൂട്ടിഫുള്ളി ഒരു ഫാമിലി എന്താ പറയുക ഒരു ഫാമിലി ഡ്രാമ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണിത്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ സെബാൻ എന്ന് പറഞ്ഞ എനിക്ക് ഒരു അച്ഛനും അമ്മയും ഉണ്ട്. അത് ശ്രീനേട്ടനും ലെനയും ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്. ഈ അച്ഛനും ഞാനുമായിട്ടുള്ള ബോണ്ടിങ് അല്ലെങ്കിൽ ഏഞ്ചൽ എന്ന് പറഞ്ഞ് ഭാവന ചെയ്ത ആ ക്യാരക്ടർ, ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടത്തിനിടയിൽ വീട്ടുകാർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ്, ഞങ്ങളുടെ കല്യാണത്തിനിടയിലുള്ള പ്രശ്നങ്ങൾ, ഇതാണ് ശരിക്കും ഹണീബി 2 കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഫാമിലി മൂഡിലുള്ള ഒരു സിനിമയാണ്. ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ പലപ്പോഴും ഈ കല്യാണത്തിനിടയിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമുക്കൊക്കെ അറിയാവുന്ന പലരുടെയും ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നും കല്യാണത്തിൻ്റെ ടൈമിൽ നമ്മുടെ കസിൻസിനെ സ്റ്റേജിൽ വിളിക്കാൻ വിട്ടുപോകുന്നു, ഗ്രാൻഡ് മദറിന് അർഹിക്കുന്ന സ്ഥാനം കൊടുത്തില്ലെന്ന് അങ്കിൾ കംപ്ലൈൻറ്റ് പറയുന്നു, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് ഹണീബിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രമേയമാണ് ചർച്ച ചെയ്യുന്നത്. ഉണ്ട്, എൻ്റെ ഉണ്ട്, ജീൻ്റെ ഉണ്ട്, ഞങ്ങളുടെയൊക്കെ അടുത്ത ഒരുപാട് സുഹൃത്തുക്കളുടെ ഉണ്ട്. ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, കാര്യം പലരും പറഞ്ഞിട്ടുണ്ട് കല്യാണം എന്ന് പറഞ്ഞാൽ അകലെയുള്ള ബന്ധുക്കളെ അടുപ്പിക്കുന്നതാണെന്ന്. പക്ഷേ എൻ്റെയൊക്കെ ലൈഫിൽ നേരെ മറിച്ചായിരുന്നു. അടുത്ത് നിന്ന പല ബന്ധുക്കളും പിണങ്ങി മാറി നിന്നിട്ടുണ്ട് എൻ്റെ കല്യാണത്തിനൊക്കെ. ഉള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ, ഞാൻ പണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ല കെത്തി തിന്നാണേ, വീട്ടാരും കൂട്ടുണ്ട് നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ, ആശപ്പും കൊട്ടാരം വിണ്ണോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും. ഈ ജീൻ പോളിൻ്റെ 3ാമത്തെ ചിത്രമാണ്. 3 ചിത്രത്തിലും ആസിഫ് അലി എന്ന ഒരു ആക്ടറുണ്ട്. എന്താണ് ഒരുപക്ഷെ സംവിധായകനെ ശരിക്കും എന്താണ് സംവിധായകൻ്റെ കഴിവ് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്? ഈ 3 ചിത്രത്തിലും അഭിനയിച്ച ഒരു നടൻ എന്ന നിലയിൽ ആസിഫിനായിരിക്കും ഏറ്റവും മികച്ചതായി കഴിയുക. എങ്ങനെയാണ് ജീൻ പോൾ എന്ന സംവിധായകനെ? ജീൻ പോൾ എന്താണെന്ന് അറിയണമെങ്കിൽ ശരിക്കും ജീൻ്റെ ആദ്യത്തെ 2 സിനിമകൾ കണ്ടാൽ മതി. കാര്യം ഹണീബി എന്ന സിനിമയിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിരുന്നു ഹായ് ഐ ആം ടോണി എന്ന സിനിമ. കാര്യം ഹണീബി ആണ് ഒരു പരിധി വരെ ടോണിക്ക് തിയേറ്ററിലൊരു പ്രശ്നം ഉണ്ടാക്കിയത്. കാര്യം ഹണീബി ചെയ്ത സംവിധായകൻ ഹണീബിയിലുണ്ടായിരുന്ന ആക്ടേഴ്സിൻ്റെ കൂടെ വേറൊരു സിനിമ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമ തന്നെ ആയിരിക്കുമെന്ന് പ്രേക്ഷകർ വിചാരിക്കുകയും പ്രത്യേകിച്ച് ഒരു യൂത്ത് ക്രൗഡ് വിചാരിക്കുകയും ആ ഒരു മുൻധാരണയോടെ ടോണി കാണാൻ പോവുകയും അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു സിനിമയായിരുന്നു. അത് ശരിക്കും ജീൻ്റെ ഒരു ഡയറക്ടോറിയൽ സിനിമ എന്ന് പറഞ്ഞ് കാണിക്കാവുന്ന, അല്ലെങ്കിൽ എൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമകളിൽ ഒന്നാണ് ടോണി എന്ന് പറഞ്ഞ് കാണിക്കാവുന്ന സിനിമയാണ്. അപ്പോൾ ആ സിനിമയിലുണ്ട് ജീൻ എന്ന ഡയറക്ടർ എന്താണെന്നുള്ളത്. പിന്നെ വളരെ കംഫർട്ടബിളായിട്ട് ആക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്കത് ആ സിനിമ ഹണീബി 2 കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ ശ്രീനേട്ടനുണ്ട്, ഒരുപാട് സീനിയേഴ്സായിട്ടുള്ള ആക്ടേഴ്സുണ്ട്. ഹരിശ്രീ അശോകൻ ചേട്ടൻ മുതൽ പൊന്നമ്മ ബാബു ചേച്ചി മുതൽ ഒരുപാട് സീനിയർ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. അപ്പോൾ ഇവരെല്ലാം വന്ന് നമ്മളെപ്പോലെ തന്നെ ഈക്വലി കംഫർട്ടബിളായിട്ട് ജീൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജീനിലുള്ളൊരു വിശ്വാസമാണ്, ജീൻ ചെയ്യിപ്പിക്കുന്നതിലുള്ളൊരു വിശ്വാസമാണ്. അത് ആ സിനിമ ജീൻ്റെ കഴിഞ്ഞ 2 സിനിമകളിൽ നിന്നും ജീൻ്റെ ഇനി വരുന്ന സിനിമയിൽ നിന്നും നമുക്കത് മനസ്സിലാവും. ഒരു പ്യുവർലി ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്.
പണിയിച്ചേ ബംഗ്ലാവ് പെണ്ണാണിൻ മാനം കാക്കാൻ പോരാടി രാജാവ് പല കാലം പോരാടിയിട്ടും അടിയാളായി പെണ്ണാള് പഴയോര കാലം പോയേ അവളേറെ ചന്തോം വെച്ച് നേരാണേ നമ്മടെ കൊച്ചി ഇവനുമ്മടെ മുത്താണേ പറയാനുണ്ടേ നമ്മടെ കൊച്ചി കഥ ചൊല്ലാൻ പലതാണേ ഈ ആസിഫിൻ്റെ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ചിത്രങ്ങളുണ്ട്. കവി ഉദ്ദേശിച്ചത്, അതിനു മുമ്പ് ഇറങ്ങിയ ചിത്രങ്ങൾ അനുരാഗ് കരിക്കിൻ വെള്ളം, അത്തരം ചിത്രങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടായിരിക്കും പ്രേക്ഷകർക്ക് ആസിഫിനെ ഈ ചിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ വിലയിരുത്താൻ പറ്റും. സെബാനാണ്, ഹണിബിയിൽ കണ്ട സെബാൻ തന്നെയാണ് തീർച്ചയായിട്ടും ഹണിബി 2-ലും വരുന്നത്. അത് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് പഴയ സെബാനെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. കാര്യം ഒരുപാട് മാറ്റങ്ങൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് വന്നിട്ടുണ്ട്. 3 വർഷമായി, എനിക്കൊരു കുട്ടിയായി, കുട്ടിക്ക് 3 വയസ്സായി. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഭയങ്കരമായ ഒരു വ്യത്യാസം എല്ലാ സിനിമയിലും കൊണ്ടുവരാൻ തക്ക ടാലൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണോ ഞാൻ അറിയില്ല. എന്നാലും സിറ്റുവേഷൻസ് പ്രകാരം അത്യാവശ്യം നല്ലൊരു ചേഞ്ച് ഉണ്ട്. സെബാൻ ആ പഴയ വൈബ്രൻ്റ് ആയിട്ടുള്ള സെബാൻ തന്നെയാണ്. ഈ തിയേറ്ററിൽ ഭയങ്കര കോമ്പറ്റീഷനാണ് നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ പല ചിത്രങ്ങളും വലിയ ഹിറ്റാണ്. അതിൻ്റെ ഇടയിലേക്കാണ് ഹണിബി 2 വരുന്നത്. എന്താണ് കോൺഫിഡൻസ് ഉണ്ട്? ഹണിബി തന്നെയാണ് ഹണിബി 2-ൻ്റെ കോൺഫിഡൻസ്. ആ സിനിമ തന്നൊരു വിജയവും ആ സിനിമയിലുണ്ടായിരുന്ന ആ ഒരു വിശ്വാസവും പ്രേക്ഷകർ ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കും ഹണിബി 2 വരിക. അപ്പോൾ അത് തന്നെയാണ് നമുക്കുള്ള ഒരു ഏറ്റവും വലിയ ഇനീഷ്യലും. ഇപ്പം ഞങ്ങൾ ഒരുപക്ഷെ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കാം ട്രെയിലറും ടീസറും ഇല്ലാതെ ഒരു സിനിമ റിലീസാകാൻ പോകുന്നത്. അതും ഹണിബി തന്നൊരു ധൈര്യമാണ്. ഒരു 2 പാട്ടുകളാണ് നമ്മൾ ഈ സിനിമയുടെ പ്രൊമോഷൻസ് എന്ന് പറഞ്ഞ് വിട്ടിട്ടുള്ളൂ. അത് രണ്ടും വലിയ രീതിയിൽ ഹിറ്റാവുകയും ചെയ്തു. അപ്പോൾ അത് ആണ് ഞങ്ങൾക്കുള്ള ഈ സിനിമയുടെ ഇനീഷ്യൽ ഒരു ഹൈപ്പ് എന്ന് തന്നെ പറയുന്നത്. കരിനീലക്കായല് കൊണ്ട് കരമുണ്ടും ചുറ്റിട്ടും കാർമേഘച്ചെപ്പിൽ തൊട്ട് മഷിക്കണ്ണിലെഴുതിയിട്ടും നീരാഴിക്കാറ്റും കൊണ്ട് നിന്നീടും പെണ്ണാണേ കനവാലെ കോട്ടയും കെട്ടി അവളങ്ങനെ നിപ്പാണേ പറയാമാ പെണ്ണിൻ കാര്യം 17 കാര്യം നേരാണ് നമ്മടെ കൊച്ചി. ഈ ഹണിബി 2.5 ഇതിൻ്റെ പാർട്ടായിട്ട് വരുന്ന മറ്റൊരു ചിത്രം, അത് എന്താണ് ഹണിബി 2.5? അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതൊരു പുത്തൻ എക്സ്പീരിയൻസ് ആണ്. കാര്യം ഒരു സിനിമ ലൊക്കേഷനിൽ എന്താണ്, എങ്ങനെയാണ് ഷൂട്ടിംഗ്, പുറത്തുനിന്ന് ഒരാൾ പോയാൽ കാണുന്നത് എന്താണെന്നുള്ളതാണ് ഹണിബി 2.5. ഒരു ഹണിബി 2 എന്ന് പറഞ്ഞ സിനിമയുടെ ചിത്രീകരണത്തിൻ്റെ ലൊക്കേഷനിലേക്ക് ഒരു പയ്യൻ ചാൻസ് ചോദിച്ചു വരികയും അവൻ അവിടെ ഉണ്ടാകുന്ന കുറേ എക്സ്പീരിയൻസും, അവൻ സിനിമ മോഹിയായിട്ടാണ് വരുന്നത്. അപ്പോൾ അയാൾക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ് ആണ് ശരിക്കും 2.5. അതിൽ ഞാൻ ഉൾപ്പെടെ ഈ ഹണിബി 2-ലെ എല്ലാ താരങ്ങളും ബാക്ക് ഡ്രോപ്പിൽ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു ചെറിയ ഡയലോഗ് പറയുന്നുണ്ട്, ചെറിയ രീതിയിൽ മുഖം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ശരിക്കും ഒരു ലൊക്കേഷൻ എന്താണെന്നുള്ളത് ഒരു സാധാരണ പ്രേക്ഷകന് കാണിച്ചു കൊടുക്കുന്നതാണ് 2.5. ഈ ഹണിബി 2-ന് ശേഷം മറ്റൊരു ഹണിബി 3 ഉണ്ടാകും. എന്താണ്, ഒരു സംവിധായകനാണ് പറയേണ്ടത്, എങ്കിലും ആക്ടർ എന്ന നിലയിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ ആ സംവിധായകൻ പറയുവാണെങ്കിൽ എൻ്റെ അടുത്തും കൂടെ പറയണം. ഞാനും ഈക്വലി എക്സൈറ്റഡ് ആണ് അതിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ ഫ്രാഞ്ചൈസി ഇനിയും എത്ര വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ടാണ് ഞങ്ങളെല്ലാവരും. കാരണം ഇത് ഞങ്ങളുടെ ഒരു ഗെറ്റ് ടുഗദറാണ്, ഇത് ഞങ്ങളുടെ ഒരു ഫാമിലി സിനിമയാണ്. ഇപ്പം ഞാനും ജീനും ബാലുവും ഭാസിയും ബാബുവേട്ടനും ലാലങ്കളും എല്ലാം സുരേഷ് കൃഷ്ണയൊക്കെ ഷെയർ ചെയ്യുന്ന, ഭാവനയൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ബോണ്ടിങ് ഉണ്ട്. അത് എല്ലാ 2 വർഷത്തിലും ഒന്ന് ഒത്തുകൂടാൻ പറ്റുവാണെങ്കിൽ നമ്മളതിൽ ഭയങ്കര സന്തോഷമാണ്. ഇന്ന് തിയേറ്ററിലേക്ക് പ്രേക്ഷകരെത്തുമ്പോൾ പ്രേക്ഷകരോട് എന്താണ്? ഇതൊരു എൻ്റർടൈനറാണ് ഈ സിനിമ. തീർച്ചയായിട്ടും നമ്മൾ മലയാളി പ്രേക്ഷകർ തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുമ്പോൾ വെക്കുന്ന മിനിമം ക്രൈറ്റീരിയ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ തിരക്കുകളും എല്ലാ വിഷമവും മറന്ന് ഒരു 2.5 മണിക്കൂർ ആസ്വദിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടി 100% അതിനോട് നീതി പുലർത്തുന്നതാണ് ഹണിബി 2. നിങ്ങൾക്ക് ചിരിക്കാനും ആസ്വദിക്കാനും ഫീൽ ചെയ്യാനും ഒക്കെ ഒരുപാട് ഫാക്ടേഴ്സ് ഈ സിനിമയിലുണ്ട്. ഇതൊരു നല്ല കുടുംബ സിനിമയായിരിക്കും.